പുരാണ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ വ്രതം എടുത്തിട്ട് ചെയ്യാറുള്ളൂ. അപ്പൊ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ കാണുമ്പോൾ എണീറ്റ് തൊഴുവായിരുന്നു, ഭയങ്കര ഇതായിരുന്നു, അത് തന്നെ അങ്ങനെ കുറെ നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അറിയാനായിട്ട് പല കാര്യങ്ങളും ഈ നാഗവല്ലി ബേസ് ചെയ്തിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു തന്നു. അത്രയും ലാലേട്ടൻ പ്രിൻസ് സാറൊക്കെ ഭയങ്കര ഒരു ഫാമിലി ഒരു ടീമായിരുന്നു അവിടെ. മണിച്ചേട്ടന്റെ കൂടെ എനിക്ക് നല്ലൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. കാരണം എല്ലാവരോടും, അത് ജൂനിയർ ആർട്ടിസ്റ്റുകളൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല, എല്ലാവരോടും ഒരേപോലെ നല്ലൊരു സ്നേഹത്തോടെ തന്നെ പോകുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു മണിച്ചേട്ടൻ. കുറച്ചു കാലങ്ങളായിട്ട് എനിക്ക് കോണ്ടാക്ട് കൂടുതലുള്ളത് കാവ്യയായിട്ട് വളരെ നല്ല ബന്ധമാണ്. ദിലീപേട്ടൻ, കാവ്യ. ദിലീപേട്ടൻ അത്രയില്ലെന്ന് ഞാൻ പറയാം, എന്നാലും കാവ്യയായിട്ട് മാക്സിമം ഞങ്ങള് വിളിക്കാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്. ഒന്ന് കണ്ണിങ്ങോട്ടൊന്ന് മാറ്റാൻ പറ്റുന്നില്ലായിരുന്നല്ലോ, എന്തായിരുന്നു ഇപ്പൊ. അങ്ങനെ പറയുമ്പോൾ നമുക്കതൊരു വലിയ അംഗീകാരമാണ്. കാരണം വലിയ വലിയ മഹാനടന്മാര് പോലും അങ്ങനെയുള്ള വലിയ ഡയറക്ടേഴ്സിന്റെ കീഴിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അവർ ഓപ്പണായിട്ട് ചോദിക്കുന്നുണ്ട്. കാരണം ഇഷ്യൂസ് വന്നപ്പോൾ പലരും നമ്മളിങ്ങനെ ഒഴിവാക്കി ഇപ്പോഴും ഒഴിവാക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും. വേണ്ടപ്പെട്ടവരാണെങ്കിലും അല്ലാത്തവരാണ്, നാട്ടുകാരാണെങ്കിൽ പോലും പല സമയത്ത് നമ്മൾ ഒഴിവാക്കി വിടുന്നുണ്ട്. ഈ ഒരു ഇതിന് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് തന്നെ 10-12 വർഷങ്ങളായി. ഇപ്പോഴും ചിലർ അതൊക്കെ ഇങ്ങനെ ഓർത്ത് വെച്ചിരിക്കുകയാണ്. അവരോടൊക്കെ നമുക്ക് എന്ത് പറയാൻ പറ്റും? പിന്നെ അച്ഛനുണ്ടായിരുന്നെങ്കിലോ എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കുന്നത്. അത് ഇപ്പോഴും അങ്ങനെ തന്നെ. എനിക്ക് അച്ഛന്റെ ഒരു ശരിക്കും അച്ഛന്റെ അപ്പൂപ്പന്റെ ഒക്കെ കുറവ് ശരിക്കും നന്നായിട്ട് നമുക്ക് ഉള്ളിൽ ഉണ്ട്. നാഗവല്ലി പോലുള്ള ഈ മത്സരങ്ങളൊക്കെ കാണുമ്പോഴായിരിക്കും ഇതുപോലെ ഡാൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് കിട്ടണേ എന്നൊക്കെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അതിപ്പോഴും എന്റെ മനസ്സിൽ കിടക്കുന്ന ഒരു ആഗ്രഹം.